GCD ഓഫീസിൽ വേറിട്ട് പ്രതിഷേധം നടത്തി യൂത്ത് കോൺഗ്രസ്. ചെയർമാന്റെ മുറിയിലേക്ക് തള്ളിക്കയറി പ്രവർത്തകർ. അർജന്റീനയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് GCD ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തുന്നത്. യൂത്ത് കോൺഗ്രസ് അവർ പന്ത് തട്ടി പ്രതിഷേധിക്കുകയാണ്. പന്ത് തട്ടി കളിച്ചുകൊണ്ട് പ്രതിഷേധമാണ് ഇപ്പോൾ GCD ഓഫീസിൽ മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം GCD ചെയർമാൻ മടങ്ങിയതിനു ശേഷമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രതിഷേധം. GCയുടെ മുറ്റത്ത് ഫുട്ബോൾ കളിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ഇത് ചതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചതിച്ചാശാനെ എന്നടക്കമുള്ള ബാനറൊക്കെ പിടിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ഫുട്ബോൾ കളിച്ചുകൊണ്ടുള്ള പ്രതിഷേധം GCD ഓഫീസിന് മുൻപിൽ. സൈഫുന്നീസ അലിയാർ വിവരങ്ങൾ നൽകാനുണ്ട്. സൈഫുന്നീസ, ജേഴ്സിയൊക്കെ അണിഞ്ഞ് പന്ത് തട്ടുള്ള വേറിട്ട് പ്രതിഷേധമല്ലേ? എന്താണ് അവിടുത്തെ കാഴ്ച? മെസ്സി എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനം നടന്നത്. പെട്ടെന്ന് GCDയുടെ കോമ്പൗണ്ടിനകത്തേക്ക് അർജന്റീനയുടെ ജേഴ്സിയും ഫുട്ബോളും അണിഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയായിരുന്നു. സ്പോൺസറുടെ പോസ്റ്ററും ഒപ്പം തന്നെ ഒക്കെ പിടിച്ചുകൊണ്ടായിരുന്നു ഇവർ കയറിയത്. GCD ചെയർമാന്റെ മുറിയിലേക്ക് തള്ളിക്കഴിഞ്ഞ ശേഷം അവിടെ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവരിത് പ്ലാൻഡ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. വലിയൊരു ഫണ്ട് തട്ടാനും അഴിമതി കാണിക്കാനും തോന്നിയവാസമാണ് ഈ GCDയിൽ നടക്കുന്നത്. നമ്മൾ ഉമാ തോമസിന്റെ അപകടവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഇവിടെ നടന്നല്ലേ, അന്ന് കൊടുത്ത കരാറിന് പോലും അനുമതി ഇല്ലാതെ നമ്മളത് ആരോപിച്ചതാണ്. ഇന്ന് ഇപ്പം മെസ്സിനെ കൊണ്ടുവന്ന് വലിയൊരു ഫുട്ബോൾ മാച്ച് ഇവിടെ നടത്തും എന്നതിന്റെ പേരിൽ അവരൊരു അഴിമതി കാണിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ വിചാരിച്ച രീതിയിൽ നടന്നില്ല. ദൈവം ഇവിടെയുള്ള ആരാധകരൊപ്പവും നികുതി കൊടുക്കുന്ന ജനങ്ങളിലൊപ്പമാണ്. അതുകൊണ്ട് അതായത് മെസ്സി വരും എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചതാണ്. അപ്പൊ ഈ പറഞ്ഞ അഗസ്റ്റിനും ഈ പറഞ്ഞ GCD ചെയർമാൻ അടക്കമുള്ള ആളുകൾക്ക് അതിന് പകരം ആരെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ കാണിക്കണമല്ലോ. നമ്മൾ കണ്ടാണ് കോട്ടയം കുന്നച്ചിൽ മോഹൻലാലിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് ജനങ്ങളവിടെ കൂട്ടിയിട്ട് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ ഇന്നിവിടെ നടന്നിരിക്കുന്നത്. എന്നാൽ മെസ്സി ചതിച്ചെങ്കിലും മെസ്സി വരാനുള്ള ഒരു സാഹചര്യം കാണിച്ചില്ലെങ്കിലും അതിന്റെ പേരിൽ അഴിമതി കാണിക്കാൻ നിന്ന ആളുകളെ എല്ലാം നാണം കെടുത്തിക്കൊണ്ട് നിന്നൊരു സാഹചര്യത്തിൽ അവർക്ക് നാണം കെടുത്തി നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്രയും പ്രബലനായിട്ടുള്ള ഇത്രയും ആളുകളെ മനസ്സിലിടം പിടിച്ചിട്ടുള്ള നമ്മളെ പച്ചക്കുളം കണ്ടെങ്കിലും നാണം ഉണ്ടാവട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രതീകാത്മക സമരമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങളിവിടെ യോഗം നടക്കുമ്പോൾ വരണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ സ്റ്റേഡിയത്തിൽ ഈ സമരം പ്ലാൻ ചെയ്തതാണ്. ഇവിടെ ഒരുപാട് പോലീസുകാരെ കൂട്ടി ഞങ്ങളെ കയറാൻ അനുവദിക്കില്ല എന്ന് കാണിച്ചപ്പോൾ ആ ഒരു വാശി കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്റ്റേഡിയത്തിൽ പോയി ചെയ്യാം. ആ ഒരു വാശി കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അഴിമതികളുമായിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ യൂത്ത്